അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ പല വീഡിയോകളിലും നമ്മൾ പറയാനുണ്ടായി, ഞാൻ ചെയ്യുന്ന കൃഷി രീതികളെല്ലാം നമ്മൾ ആദ്യം എന്തെങ്കിലും ചെയ്തിട്ട് എല്ലാം പയറായി അല്ലെ അതുപോലെ പാവലായി എന്നൊക്കെ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. നമ്മൾ തുടക്കം മുതലേ കാണിച്ചു തന്നാലേ നമുക്കത് കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ഞാൻ തുടക്കം മുതലേ ഒരേ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ പയറായിട്ടുണ്ട്. നമ്മൾ ചെറുതിലേ നേരത്തെ നട്ടെടുത്ത നമ്മളെ പയറാണ്. അപ്പോൾ എന്തെല്ലാം വളമാണ് കൊടുക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ തടം എടുക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല റിസൾട്ടാണ് കാണുക അല്ലേ. അതിൻ്റെ റിസൾട്ടാണ് ഇതിപ്പോൾ നമ്മളാ മീറ്റിനേക്കാളും നീളം വയ്ക്കുന്ന പയറാണ്. അപ്പോൾ നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ള നമ്മൾ പയറാണ്. പലവർക്കും അതിൻ്റെ സീഡുകളൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതേക്ക് നീളം വയ്ക്കുന്ന പയറാണ് കേട്ടോ. ഇതിപ്പം നമ്മൾ വിത്തിന് വേണ്ടി നിർത്തിയേക്കണം. കുറച്ചൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നോക്കിയാൽ ഇത്രയും നീളം വയ്ക്കുന്ന നല്ലതായിട്ടുള്ള പയറാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാഫലം കൂട്ടാൻ നമ്മൾ ചെറിയൊരു ട്രിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പയറുകൾ കറക്റ്റ് കാഫലം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാതെ ഒരു 10 പൈസ പോലും ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് ഈ വരുന്ന നമ്മളെ ലീഫ് കണ്ടോ, ഈ വള്ളിയുടെ ഭാഗത്ത് നമുക്ക് ഇവിടെയൊക്കെ നോക്കിയാൽ ഒരു 3 എണ്ണം ഒരു കൊലയിൽ 3 എണ്ണം തന്നെ പിടിച്ചെടുപ്പുണ്ടേ. പറഞ്ഞ കൂട്ടത്തിലങ്ങ് പറഞ്ഞു വേണം. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ അതായത് ഇങ്ങനെ വരാൻ നേരത്ത് ഇതിൻ്റെ ഈ ഒരു പള്ളിയുടെ ഈ ഭാഗത്തായിട്ട് നമ്മളതൊന്ന് ഒടിച്ച് കളക്കാം. ഒടിച്ച് കൊടുത്താൽ തന്നെ പുതിയ ശിഖരങ്ങൾ പൊട്ടി നല്ലതേക്കുള്ള കരുത്തോടുള്ള ശിഖരങ്ങൾ പൊട്ടി നമുക്ക് 2 ശിഖരങ്ങളായി മാറിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കാഫലം കൂടും. ആ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്കുള്ളതെന്ന് പറയുമ്പോൾ നമ്മളെ വഴുതനയാണ്. ഇപ്പോൾ വഴുതനയ്ക്ക് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് 1/2 കിലോ തൂക്കം വരുന്ന നമ്മളാ വഴുതന കത്തിരിയാണ് കേട്ടോ. കത്തിരിയാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു അടിഭാഗത്ത് വരുന്ന ലീഫുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കട്ട് ചെയ്ത് കൊടുക്കാൻ നേരത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന നമ്മളുടെ ഈ പൂക്കൾ കറക്റ്റായിട്ട് പൊഴിയാത്ത രീതിയിൽ കറക്റ്റായിട്ട് കായാവും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ രീതിക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ചാണകപ്പൊടിയും അതേപോലെ തന്നെ കടലപ്പിണ്ണാക്കുമാണ്, കപ്പലണ്ടിപ്പിണ്ണാക്ക് കൂടെയാണ് നമ്മൾ പുളിപ്പിച്ചാണ് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിളവെടുക്കുന്ന വീഡിയോ, ഇതിൻ്റെ വളമിടുന്ന വീഡിയോ ഒക്കെ നമുക്ക് ഒരെണ്ണം ചെയ്യാം. അപ്പോൾ നമുക്ക് കൊടുത്തിട്ട് ഈ രീതിക്കാണ് നമ്മൾ തടം എടുത്തിരിക്കുന്നത്. ഈ രീതിക്ക് തടം കൊടുക്കാൻ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വെള്ളം കൊടുത്താലും അതേപോലെ വളം കൊടുത്താലും എന്ത് കൊടുത്താലും ഇവിടെ ആയിട്ട് കിടന്ന് കറക്റ്റായിട്ട് തന്നെ ഇത് റൂട്ട് എടുത്ത് ഇങ്ങ് പിടിച്ചോണം കേട്ടോ. ആ രീതിക്കാണ് ഇങ്ങനെയാണ് നമ്മൾ തടം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യാൻ നോക്കാം, ആവശ്യമുള്ള നല്ല ശിഖരങ്ങൾ പൊട്ടുന്നുണ്ട് കേട്ടോ. തോന്നി തന്നെ ശിഖരങ്ങൾ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ശിഖരങ്ങൾ ഇങ്ങനെ പൊട്ടി വന്നാൽ നമുക്ക് ചെയ്യാനുള്ളത്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കയറങ്ങോട്ട് എടുത്തതിന് ശേഷം നമുക്കത് പന്തലിലേക്ക് ആയിട്ട് കൊടുക്കാനുള്ള ഐഡിയയാണ്. ഇതേപോലത്തെ ഒരു കമ്പെടുത്തതിന് ശേഷം നോക്കി ഉണ്ടോ, ഇങ്ങനെ 2 ചിറ്റങ്ങോട്ട് ചുറ്റിയിട്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കെട്ടണം. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ താഴ്ത്തി ഇത് കെട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ കെട്ട് താന്നേ വരാവും. അതിനുശേഷം ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിത് എവിടെയാണ് പടത്താനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പല വഴിയിലും പറഞ്ഞു തരുന്നതാണ്. നല്ലത് പറഞ്ഞു തരികയാണ്. ഇവിടെ ആയിട്ടൊന്ന് താഴത്തങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ താഴത്ത് വയ്ക്കുമ്പോൾ ഇതങ്ങ് ലോക്കാവും. തെഞ്ഞ് വരത്തില്ല കേട്ടോ, ഇനി എങ്ങും വരത്തില്ല. എന്നിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അതങ്ങോട്ട് കെട്ടിക്കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കെട്ടിക്കൊടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നമുക്കുള്ള ഈ വള്ളിയാണ് പടത്താനുള്ളത്. ഇങ്ങനെ സിമ്പിളായിട്ട് പടത്തി കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ നമ്മളപ്പോൾ വള്ളി നമ്മൾ പടത്തി എടുക്കണം കേട്ടോ. വള്ളി പടത്തി എടുക്കണം. ഇതേപോലെ നമ്മളെ വള്ളി പടത്തി എടുക്കുന്നത്. ഇനിയപ്പം ശിഖരങ്ങളൊന്നും പൊട്ടുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നോക്കി ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇവിടുന്ന് 2 ശിഖരം പൊട്ടും കേട്ടോ. ശിഖരം പൊട്ടുമ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു വള്ളിയും കൂടെ കെട്ടി കൊടുത്താൽ തന്നെ പിന്നെ നമുക്ക് ഇനി ഇവിടെ നിന്ന് പടന്നേ വരും കേട്ടോ. ഇപ്പോൾ 2 ശിഖരം വരുമ്പോൾ ഇങ്ങനെ നമുക്ക് വള്ളി കൊടുത്ത് ഇങ്ങനെ പടത്തിയെടുക്കാമേ. അപ്പോൾ തോനെ നീക്കുള്ള കായ നമുക്ക് കിട്ടും. ആ രീതിക്ക് നമുക്ക് പയറിൻ്റെ കാഫലം കൂട്ടാം കേട്ടോ. ഈ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചീരയാണ്, നമ്മൾ ചീര കട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ചീര എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം കുറച്ച് പൂത്ത് തുടങ്ങി, അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇനി ഇതെല്ലാം പുതിയ പ്ലാന്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചീരയ്ക്ക് കൊടുക്കാനുള്ളതെന്നപ്പോൾ നമുക്ക് ഇതിൽ ഇലപ്പുള്ളി രോഗങ്ങളൊന്നുമില്ല കേട്ടോ. നോക്കിയാൽ അറിയാം, ഒരു ഇലപ്പുള്ളി രോഗങ്ങളോ ഒന്നുമില്ല. പൂക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലാത്താങ്കരയെന്ന് പറഞ്ഞ് മേടിച്ച് നട്ടതാണ്. പക്ഷേ വന്നത് ഇതായിപ്പോൾ പൂക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് വേറെ ഒരു രീതിക്കുള്ള ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ആത്താങ്കര നമുക്ക് സീഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പാവിയിട്ടുണ്ട് കണ്ടോ. ഇത് ബ്ലാത്താങ്കര സീഡാണ്. ഇപ്പം പാവിയിട്ടേ ഉള്ളൂ. അപ്പോൾ കായ് വരുന്നുണ്ട്. അവിടെയുണ്ട്, ആ ഭാഗത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴേ നമുക്ക്
ഇലപ്പുള്ളി രോഗത്തിന് നമുക്ക് കൊടുക്കാനുള്ളത് ഗോമൂത്രമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഗോമൂത്രമാണ് കൊടുത്താൽ തന്നെ നമുക്ക് ഇലപ്പുള്ളി രോഗമൊക്കെ നമുക്ക് മാറി കിട്ടേണ്ട ഈ രീതിക്കാണ് നമ്മൾ ചെയ്തത്. പിന്നെ നമുക്കുള്ള ഇവിടെ നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1/2 കിലോ തൂക്കം വരുന്ന നമ്മളെ വഴുതണയാണ് കേട്ടോ. ഇത് നോക്കിയാൽ 1/2 കിലോ തൂക്കം വരുന്ന നമ്മളെ വഴുതണയാണ് കണ്ടോ. എല്ലാം ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി വിളവെടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്തിട്ടുള്ളത് അടിയിലെ ലീഫുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ തന്നെ നല്ല പൂകൾ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് തക്കാളിക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് അതും തന്നെ നമ്മൾ ചക്കര കട്ട് ചെയ്യും, അടിയിലുള്ള ലീഫുകൾ കട്ട് ചെയ്യും. അപ്പോൾ തന്നെ മുകളിൽ വരുന്ന പൂവ് കറക്റ്റായിട്ട് അങ്ങ് നിൽക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ തക്കാളിക്ക് കൊടുക്കാനുള്ള ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സീഡോമോണസാണ് കൊടുക്കാനുള്ള. വാട്ടരോഗം ഉണ്ടാവും. വാട്ടരോഗത്തിന് പ്രതിരോധിക്കാൻ വേണ്ടി കൊടുക്കാനുള്ള മരുന്നെന്ന് പറയുമ്പോൾ സീഡോമോണസാണ് കൊടുക്കുന്നത്. 10 ഗ്രാം സീഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ഫംഗസ് വല്ല രോഗങ്ങളും എല്ലാം നമുക്ക് മാറും. പിന്നെ തൈ പിന്നെ വേരിൽ കറക്റ്റായിട്ടുള്ള ഗ്രോത്ത് ആയിട്ട് കിട്ടും. പക്ഷെ ഫംഗസ് ഒന്നും ഉണ്ടാകത്തില്ല. ഈ രീതിക്കാണ് ചെയ്യാനുള്ളത് കേട്ടോ. നമ്മൾ കുറച്ച് പയർ കിട്ടുന്നുണ്ട്. പയറായി വരുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതെന്ന് പറയാൻ നേരത്ത് നമുക്കൊരു 10-25 പയറുണ്ടെങ്കിൽ 1 കിലോ പയർ വരും കേട്ടോ. ആ രീതിക്കുള്ള പയറാണ് ഇതൊക്കെ. നമ്മളെ ഇതും വിളഞ്ഞ് ചെറുതായിട്ട് ആ രീതിക്ക് നല്ല തൂക്കം കിട്ടുന്ന പയറാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കി പല വീഡിയോയിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. പലവർക്കും ഇതിൻ്റെ സീഡുകൾ കഴിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിക്ക് നല്ല റിസൾട്ടാണ് പറയുന്നുണ്ട്. ഒരു 25 പയറുണ്ടെങ്കിൽ 1 കിലോ പയർ വരുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, ഇത് ചെറിയ പയറാണ്. എന്നിട്ട് ഇതിൻ്റെ നീളം കണ്ടോ ഇതുണ്ടോ ഇതിൻ്റെ നീളം കണ്ടോ. കേട്ടോ, ഇതായില്ല അവിടെ കേട്ടോ. പിന്നെ അവിടെ ഒരു കുറച്ച് നിൽപ്പുണ്ട്. ഉള്ളതെന്തായാലും നമുക്ക് ആദ്യം വരുന്ന നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ കാഫലം കൂടും കേട്ടോ. അങ്ങനെയുണ്ട്. ആദ്യം വരുന്ന കായൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ കുറച്ച് ചീര നമുക്ക് ഫുള്ള് കൊടുക്കാറുണ്ട്. ചീര കട്ട് ചെയ്യാണ്ട് ചീര എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. ചീരയെ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെയെന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഇതൊക്കെ നമ്മളാ നട്ട് എടുത്തിട്ട് നമുക്ക് ആ വിളവെടുക്കുന്നതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെ എന്ത് ജോലി ചെയ്താലും കിട്ടുന്നില്ല. ഓക്കെ, എൻ്റെ നീളം കണ്ടോ. ചീരയുടെ കട്ട് ചെയ്യാം. ഇപ്പോൾ ചീര കട്ട് ചെയ്യാൻ നമുക്കൊരു 3 കണ്ണി മുകളിൽ വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോഴും പിന്നെ അടുത്ത കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ തന്നെ ശിഥിരങ്ങൾ വരുന്നത് അതിലേക്കാണ് ചെയ്യുന്നുള്ളൂ. പൂത്തൊക്കെ നിൽക്കിയിട്ട് അല്ലാത്തവകൾ കട്ട് ചെയ്തെടുക്കാം. നമ്മളെ സുന്ദരശീല അയക്കുന്ന കണ്ടില്ലേ. സുന്ദരശീലൊക്കെ ധാരാളം ഈ ശിഖരങ്ങൾ പൊട്ടും കേട്ടോ. ഈ ശിഖരമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ. എന്താ ശിഖരം ധാരാളം ശിഖരങ്ങൾ പൊട്ടും ഇതിനകത്തുനിന്ന്. നമ്മളെ പാൽച്ചീര ഇപ്പോൾ ഉണ്ടോ. എന്താ പാൽച്ചീരയാണ്. അപ്പോൾ കട്ട് ചെയ്യാൻ കുറച്ച് തോനെ ഉണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കാൻ പൂക്കാതെ പിന്നെ കാഫലം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് ട്രിക്ക് ചെയ്യാനുള്ള. പിന്നെ കറക്റ്റായിട്ട് രീതിക്കുള്ള അതിൻ്റെ വളങ്ങൾ കൊടുക്കുക. ഈ രീതിക്കുള്ള തടങ്ങൾ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ വളം കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. നമുക്ക് എന്ത് വളം കൊടുത്താലും തന്നെ അതിൻ്റെ മൂട്ടി കിടക്കും. കറക്റ്റായിട്ട് തന്നെ അത് വലിച്ചെടുക്കുകയും ചെയ്യും. നമുക്ക് അതിൻ്റെ കാഫലം കിട്ടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതിക്കാണ് നമുക്ക് ചെയ്തെടുക്കാനല്ലേ. ഇതിൻ്റെ വളമെടുത്ത വേണ്ടിയൊക്കെ നമുക്കൊന്ന് ചെയ്യാം കേട്ടോ. അവിടെ പുതിയൊരു കണ്ടന്റുമായി വരുന്നവരെ ഗുഡ് ബൈ. കുറച്ച് പിന്നെ നമുക്ക് കുറച്ചുകൂടെ വിളവെടുക്കണ്ട. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്യുന്നത്.